ഭാരതീയ സമുദായം അതിന്റെ പുരാതന കാലം മുതൽ തന്നെ വിവിധ ആചാരങ്ങൾക്കും സമുദായ ഘടനകൾക്കും അടിമപ്പെട്ടുള്ളതാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് ജാതി വ്യവസ്ഥയാണ്. പുണ്യനും പാപിയുമായുള്ള വ്യത്യാസം സമൂഹത്തിൽ നാനാത്വം സൃഷ്ടിച്ചതാണ് ജാതി വ്യവസ്ഥയുടെ തുടക്കം. അധ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വ്യത്യസ്ത ഗണങ്ങളിലേക്ക് വിഭജിക്കുകയും ഓരോ വർഗത്തിനും നിശ്ചിത രീതിയിലുള്ള ജോലികളും സമൂഹത്തിലുള്ള സ്ഥാനങ്ങളും നിർണയിക്കുകയും ചെയ്തു. ഇത് സാമൂഹിക അലംഘനങ്ങളെ നിയമീകരിക്കുകയും ദളിതർ പോലുള്ള വലിയൊരു വിഭാഗത്തെ ദുരിതത്തിലേക്ക് തള്ളുകയും ചെയ്തു. ഇത്തരമൊരു സംവിധാനത്തിനെതിരെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളും ചിന്തകന്മാരും കാലങ്ങളായി പ്രതികരിക്കുകയും സമത്വത്തിനു വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് വേഗം നടക്കണോ. അതാരാ പറഞ്ഞോ. നമുക്കെങ്കിൽ പോയി അവിടെ ഒളിച്ചിരിക്കാം. ഒന്ന് വേഗം നടക്കണോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാതി വ്യവസ്ഥയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ കുറെ വാക്കുകളെ പറ്റിയിട്ട് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നുണ്ട്. ടീച്ചർ എന്താ വൈകിയത്? അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു ടീച്ചർ. നാളെ മുതൽ ക്ലാസ്സിൽ വൈകി വന്നാൽ ക്ലാസ്സിൽ കേൾക്കുന്നതല്ല. ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. നിങ്ങൾ കുട്ടികളാണ്. കുട്ടികൾക്കിടയിൽ ജാതിയില്ല, മതമില്ല, മറ്റൊന്നുമില്ല. അതാണ് സത്യം. മറ്റുള്ളവരെല്ലാം എന്താണ്? മിഥ്യയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് വളരുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ജാതി വ്യവസ്ഥയുടെ പുരാതന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എല്ലാവർക്കുമുള്ള അവകാശമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. ബ്രാഹ്മണന്മാർക്ക് മാത്രമായിരുന്നു വേദാധ്യയനത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. ക്ഷത്രിയർക്കും വൈശ്യർക്കും ചില പരിധിവരെ അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ശൂദ്രരും ദളിതരും സമ്പൂർണമായി ഈ അവകാശത്തിൽ നിന്ന് ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതിയെ അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസം നൽകുന്ന സമൂഹം അന്യായത്തെയും സാമൂഹിക അസമത്വത്തെയും കൂടി വളർത്തിയെടുത്തു. ഇന്നത്തെ തലമുറകൾക്ക് ജാതിയെ മറികടന്ന് വിദ്യാഭ്യാസം ഒരു സ്വാധീനശേഷിയുള്ള ഉപാധിയാക്കി മാറ്റാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ജാതി മൂലമുള്ള വ്യത്യാസങ്ങൾ ആകെ ഇല്ലായ്മയായി മാറിയിട്ടില്ല. ചില മേഖലകളിൽ അത് ഇപ്പോഴും ലഘുവായും പരിഷ്കരിക്കാവുന്ന രീതിയിലും നിലനിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ സമത്വം, അക്ഷരത, ന്യായം എന്നിവയിലൂടെ ജാതി വ്യവസ്ഥയുടെ നിഴലുകൾ പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടതാണ് പുതിയ തലമുറയുടെ ഉത്തരവാദിത്തം.